പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വലിയ നോമ്പിന്റെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് കർത്താവ് തരുന്ന സുവിശേഷം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെ വചനമാണ്. നിയമത്തിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് പറയുന്നു. 21-ാം വാക്യത്തിൽ സഹോദരനുമായി രമ്യതപ്പെടുക എന്ന് പറയുന്നു. ഈ നിയമത്തിന്റെ പൂർത്തീകരണം എന്താണ്? അത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം തിരുവചനം പറയുന്നു, ഏറ്റവും വലിയ നിയമം, ഏറ്റവും വലിയ പ്രമാണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. വീണ്ടും യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ നിത്യജീവൻ അവകാശമാക്കും എന്നുള്ളത്. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രമാണം, ഏറ്റവും വലിയ നിയമം സ്നേഹം തന്നെയാണ്. സഹോദരനുമായി രമ്യതപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹത്തിൽ ആകുക. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഇത്തരം എവിടെയെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഏറ്റവും നികൃഷ്ടമായ മരണം ഏതാണ്? ഏറ്റവും നികൃഷ്ടമായ മരണം വണ്ടിയിടിച്ച് മരിച്ചാൽ അത് നികൃഷ്ടമായ മരണമല്ല. പാമ്പ് കടിച്ച് മരിച്ചാൽ അത് നികൃഷ്ടമായ മരണമല്ല. മരത്തിൽ നിന്ന് വീണ് മരിച്ചാൽ അത് നികൃഷ്ടമായ മരണമല്ല. പിന്നെയോ ആരെങ്കിലും സഹോദരനുമായി വൈരാഗ്യത്തിൽ മരിച്ചാൽ അത് നികൃഷ്ടമായ മരണമാണ്. ആരെങ്കിലും സഹോദരനുമായി ശത്രുതയിലായിരുന്നു കൊണ്ട് മരിച്ചാൽ അത് നികൃഷ്ടമായ മരണമാണ്. അതുകൊണ്ട് ഈ സഹോദരനുമായി രമ്യതപ്പെടുവാനുള്ള ഒരു അവസരമാണ് ഈ നോമ്പ് കാലഘട്ടം. നമുക്ക് കൂടുതൽ സ്നേഹത്തിൽ രമ്യതപ്പെടാം. യേശു അനുഗ്രഹിക്കട്ടെ. ആമേൻ.